അപൂർവ രോഗം കാലുകൾ തളർത്തിക്കളഞ്ഞപ്പോൾ, അധിക നേരമിരുന്നാൽ നിലവിളി ചലറിപ്പോകുന്ന വേദന വന്നപ്പോൾ, 3 വർഷം കട്ടിലിൽ കിടന്നുള്ള ജീവിതം നയിച്ചപ്പോൾ എല്ലാത്തിനെയും അതിജീവിക്കാൻ പഠനമാണ് ഈ പെൺകുട്ടിക്ക് തുണയായത്. ഇപ്പോഴിതാ SSLCക്ക് 9 A+ഉം 1 A ഗ്രേഡും നേടി മിന്നുന്ന ജയം. അവിശ്വസനീയമാണ് വയനാട് പനമരം പരക്കുനിയിലെ അഷ്റിൻ ലിയാനയുടെ പോരാട്ടം. അസീസ് സക്കീന ദമ്പതിമാരുടെ മൂത്തമകളായ അഷ്റിൻ ലിയാനയ്ക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് എന്ന അപൂർവ രോഗം ബാധിച്ചത്. ഒരു തലവേദന, ഛർദി, നെഞ്ചുവേദനയിൽ കൂടിയെന്ന് തുറക്കും. എന്നിട്ട് പിന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് എന്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണെന്നാണ് പറഞ്ഞത്. ആരോഗ്യനില വഷളായതോടെ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. തുടർന്ന് 2 മാസം ചികിത്സ. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയെങ്കിലും ഇരുകാലുകൾക്കും ബലക്ഷയം സംഭവിച്ചിരുന്നു. നട്ടെല്ലിന് നീർക്കെട്ട് ബാധിച്ച് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. 3 വർഷം വീട്ടിൽ എയർബെഡിൽ കിടന്നുള്ള ജീവിതം. വാക്കർ ഉപയോഗിച്ച് പതിയെ പിന്നീട് നടക്കാൻ ആരംഭിച്ചു. തുടർന്ന് പഠിക്കണമെന്ന അതിയായ ആഗ്രഹം. പനമരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകനെ അഷ്റിൻ തന്നെയാണ് ഫോണിൽ വിളിച്ച് ആഗ്രഹം അറിയിച്ചത്. എനിക്ക് 5ഉം 6ഉം 7ഉം ക്ലാസ്സൊന്നും കിട്ടിയില്ലായിരുന്നു. കാരണം എനിക്ക് പോവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. 8th ഒക്കെ ആയപ്പോഴാണ് കൊറോണ ഒക്കെ കഴിഞ്ഞൊന്ന് ക്ലാസ് പറഞ്ഞത്. ആ ടൈമിൽ ഞാൻ എനിക്ക് പഠിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് വന്ന് ഞാൻ HMനെ വിളിച്ചിരുന്നു. HMനെ വിളിച്ച് സാറിനോട് പറഞ്ഞു എനിക്ക് ക്ലാസ്സിൽ പോകാൻ താല്പര്യമുണ്ട്. പിറ്റേ ദിവസം തന്നെ സാർ ഇവിടെ വന്ന് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്ന്, താഴെ ക്ലാസ് ആക്കി തന്ന്, എനിക്ക് ഓഫീസിന്റെ അടുത്ത് തന്നെയുള്ള ക്ലാസ് തന്നു. അങ്ങനെ പിന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ മോഹൻ സാറാണ് എനിക്ക് തന്നത്. പിന്നെ സ്കൂളിലൊക്കെ ഞാൻ പോവാറ്, പിന്നെ ഉപ്പ കുറെ കൊണ്ടാക്കും. ബാക്കിയുള്ള ടൈമൊക്കെ ഓട്ടോയിൽ പോകും. ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ ആയിരുന്നു ഫുൾ സപ്പോർട്ടിന്. പിന്നെ എന്നെ കയറ്റാൻ ഇറക്കാനൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ ടീച്ചേഴ്സും സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഒരാളെ പേര് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അങ്ങനെ തന്നെ സ്കൂളിൽ ഉച്ചവരെ ഇരിക്കുള്ളൂ. എനിക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഉച്ചവരെ ഇരുന്ന് ബാക്കി ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് പഠിക്കലാണ് കൂടുതലുണ്ടാവാറ്. പരീക്ഷാ സമയത്ത് ആരോഗ്യനില മികച്ചതായിരുന്നില്ല. എഴുതാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമെന്ന് ഈ മിടുക്കി പറയുന്നു. പഠിക്കേണ്ട എല്ലാവിധ സപ്പോർട്ടും ടീച്ചേഴ്സിന്റെ ഭാഗമായിട്ടും സ്കൂളിന്റെ ഭാഗമായിട്ടും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അവര് നോട്ട്സ് അയച്ചു തരാനും ഉച്ചവരാണ്ട് ഇരിക്കുള്ളൂ. അപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ അവരയച്ചരും. ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. എന്നെ കയറ്റാനും ഇറക്കാനും എല്ലാത്തിനും സപ്പോർട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു സപ്പോർട്ടിന്. പനമരത്തെ പലചരക്ക് വ്യാപാരിയാണ് അഷ്റിന്റെ പിതാവ് അസീസ്. ആൽഫിയ, മുഹമ്മദ് യാസർ എന്നിവർ സഹോദരങ്ങൾ. ഇപ്പം 9 A+ഉം 1 A ആണ് ഉള്ളത്. ഞാൻ ഹാപ്പിയാണ് ഉള്ളതുകൊണ്ട്. റിപ്പോർട്ടർ മഹ്റൂഫ് പനമരം, മലയാളം ടെലിവിഷൻ, വയനാട്. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?